ചില കാഴ്ചകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില കാഴ്ചകളും കേരളത്തിലെ പോളിംഗ് ബൂത്തുകളിലുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്കാണ് കേവലം 139 വോട്ടർമാർ മാത്രമുള്ള ഒരു പോളിംഗ് ബൂത്തിന്റെ കാഴ്ചയാണത്. സുരക്ഷ ഒരുക്കാൻ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സായുധ പോലീസ് സംഘമുണ്ട് അവിടെ. വയനാട് തമിഴ്നാട് അതിർത്തിയായ ചെട്ടിയാലത്തൂർ ഉൾവനത്തിലെ പോളിംഗ് ബൂത്തിൽ നിന്നും ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട് തമിഴ്നാട് അതിർത്തിയായ ചെട്ടിയാലത്തൂർ എന്ന ആദിവാസി ഗ്രാമത്തിലാണ്. ഏതാണ്ട് 139 വോട്ടർമാർ മാത്രം ഉള്ള വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ചെട്ടിയാലത്തൂർ ഗവൺമെന്റ് LP സ്കൂളാണ് ഇത്. ഇവിടെ സായുധ പോലീസ് സംഘത്തിന്റെ അകമ്പടിയിലാണ് വോട്ടിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ മാവോയിസ്റ്റ് ഭീഷണി അടക്കം നിലനിന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇവിടെ സജ്ജരാണ്. അതായത് കാടിനുള്ളിലേക്ക് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ LP സ്കൂൾ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ കഷ്ടപ്പാടിലൂടെ മാത്രമേ വാഹനങ്ങളിലാണെങ്കിൽ പോലും ഇവിടേക്ക് എത്താൻ കഴിയുള്ളൂ. സാഹസികമായ ഒരു യാത്ര തന്നെ വേണ്ടിവരും ഇവിടേക്ക് എത്തപ്പെടാൻ. 139 വോട്ടർമാർ എന്ന് പറയുമ്പോൾ അത് ഈ ആദിവാസി ഊരുകളിൽ നിന്നുള്ള വോട്ടർമാരാണ്. അവരെ ഈ ജനാധിപത്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായ ദൗത്യമാണ്. എന്തായാലും വയനാട്ടിന്റെ ഏറ്റവും അതിർത്തി മേഖലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ഈ പോളിംഗ് ബൂത്ത് ഉള്ളത് എന്നതാണ് അതിന്റെ പ്രത്യേകതയും. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ സജ്ജമാണ്. സായുധ സംഘം തന്നെയാണ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു വോട്ടർ അല്ലെങ്കിൽ 2 വോട്ടർ അങ്ങനെയൊക്കെ മാത്രമാണ് വോട്ടർമാർ ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാവിലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാട്ടാനകളുമൊക്കെ വരുന്ന വനപ്രദേശമാണ്. അതുകൊണ്ട് ഒത്തിരി നേരം അവിടെ തനിച്ചിരിക്കുക എന്ന് പറയുന്നത് പാർട്ടി മുന്നണിയുടെ പ്രവർത്തകർക്കും കഴിയുന്ന കാര്യമല്ല. ഈ കാടിനുള്ളിലേക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മറ്റും സഹായത്തോടെയാണ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. കാരണം അത്രമാത്രം ഉള്ളിൽ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വനമേഖലകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലം അത് വ്യത്യസ്തമായ ഒരു അനുഭവം, സാഹസികമായ ഒരു ദൗത്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം വനത്തിനുള്ളിലേക്ക് കയറി വളരെ സാഹസികമായ ഒരു യാത്രയ്ക്കൊടുവിൽ ഈ ചെട്ടിയാലത്തൂരിലെ LP സ്കൂളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമായി തന്നെ മാറുകയാണ്. എന്തായാലും ഇവിടെയും ജനാധിപത്യം നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ അവർ വോട്ട് രേഖപ്പെടുത്തി അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഉള്ള അവസരം ലഭിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ വൈവിധ്യം. അത് തന്നെയാണ് അതിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത്. വോട്ട് ചെയ്തോ? പേരെന്താണ്? ശാന്തിനി. എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ താഴെ വെട്ടിപ്പുരം കോളനി. രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓരോ കോളനിയിൽ നിന്ന് ഓരോ ടീമായിട്ട് അങ്ങനെ വരും. ഓരോ കോളനിയിൽ നിന്ന് വരുമ്പോൾ അവർ എല്ലാവരും ഒരുമിച്ചും കൂടി ഒരു ടീമായിട്ട് അങ്ങനെ വരും. ഇവിടെ മറ്റേ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? നിങ്ങളൊക്കെ ഇവിടുത്തെ ജീവനക്കാരാണോ? ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഇതിന്റെ 12ാം വാർഡ്. ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ? ഞങ്ങൾ വണ്ടി വന്നിരുന്നു കൂട്ടാനായിട്ട്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരാൾ അല്ലെങ്കിൽ 2 പേർ അങ്ങനെയൊക്കെ ഈ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രകൃതി രമണീയമായ സൗന്ദര്യം കൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വയനാട്. ആ വയനാട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമം. ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് 139 വോട്ടർമാർ മാത്രമുള്ള ഈ LP സ്കൂൾ. ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നതും ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ ആണ് ഇന്ത്യ കുടികൊള്ളുന്നത് എന്ന എപ്പോഴും ഉയർത്തിപ്പറയുന്ന ആപ്തവാക്യം അത് ശരിവെക്കുന്ന തരത്തിൽ വിസ്മയം തീർക്കുകയാണ് ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമവും ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തിക്കൊണ്ടിരിക്കുന്ന ഈ വോട്ടർമാരും. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ലൈവ് വെബ്കാസ്റ്റിംഗ് അടക്കം തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്ന വോട്ടർമാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരള പോലീസിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് പുറമെ തമിഴ്നാട് പോലീസിന്റെ സേവനവും ഈ മറുവശത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഇടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത്
എല്ലാ മുന്നണികളും ഒരുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന ആക്ഷേപം അത് ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. പക്ഷേ ഇത്രയും അധികം നാൾ ഇവിടെ ഭരിച്ചിട്ടും എന്താണ് പ്രതിപക്ഷത്തിന് അവിടെ നേരത്തെ ഭരിച്ചിരുന്ന കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് എന്ന ആക്ഷേപമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനിടയിലാണ് കൃത്യമായി ഈ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി അവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത്. എന്താണ് പേര്? ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? കാണിക്കണ്ട, പറഞ്ഞു ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? കന്നി വോട്ടാണ്. എന്നാ കാണിച്ചേ, എല്ലാവരും ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഏത് ഊരിൽ നിന്നാ വരുന്നത്? ഇവിടുന്ന് അടുത്താണോ? എല്ലാവരും വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാനുള്ള എല്ലാവരും വന്നോ ഇങ്ങോട്ട്? അറിയില്ലല്ലോ, അറിയത്തില്ല. ഓക്കെ, അപ്പൊ ചെറിയ നാണമാണെന്ന് തോന്നുന്നു. കന്നി വോട്ടാണ്, കന്നി പ്രതികരണമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും 139 വോട്ടർമാർ അവർ കൂടി ഈ പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്യുമ്പോഴാണ് ഈ വയനാടിനെ സംബന്ധിച്ച് അതിന്റെ ആ വൈവിധ്യമാർന്ന ജനാധിപത്യ പ്രക്രിയ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ചെട്ടിയാലത്തൂരിൽ നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, News 18. റൈറ്റ്, അതാണ്. അതായത് വയനാട്ടിലെ അതിർത്തി പ്രദേശത്ത് നിന്നുള്ള ഒരു പോളിംഗ് ബൂത്തിലെ കാഴ്ചയാണ് വയനാട്ടിൽ നിന്ന് ഡാൻ കുര്യൻ പങ്കുവച്ചത്. കേവലം 139 വോട്ടർമാർ മാത്രമാണ് അവിടെയുള്ളത്. ആദിവാസി മേഖലയിൽപ്പെട്ടവർ ഉൾപ്പെടെയാണ് വോട്ടർമാർ. അതിൽ കന്നി വോട്ട് ചെയ്യുന്ന വോട്ടർമാർ അടക്കമുള്ളവരുണ്ട്. അവർ ഈ ജനോത്സവത്തിന്റെ, ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമാകുന്നു. അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് 139 പേർ മാത്രമുള്ള ആ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നത്. എന്തായാലും അസാധാരണമായ ഒരു ചൂട് ഇപ്പോൾ സംസ്ഥാനത്ത് ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എങ്കിൽ പോലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാകുന്നു എന്നതാണ്. പക്ഷേ 2019 ഒരു കനത്ത പോളിംഗിലേക്ക് കേരളം പോകുമോ എന്നത് അറിയേണ്ടതുണ്ട്. അതിനിനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. കഴിഞ്ഞ തവണ 77% വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അന്നുണ്ടായിരുന്നത് പോലെ അതിശക്തമായ ഒരു തരംഗം ഇപ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാകുന്ന ഒരു തരംഗം ഇപ്പോഴുണ്ടോ എന്നതിലൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്നാൽ നിശബ്ദമായ ഒരു തരംഗമുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നവരുമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർക്ക് അത്തരം അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ആ വോട്ട് ശതമാനത്തെ മറികടക്കുമോ എന്നറിയാൻ നമുക്ക് വൈകിട്ട് വരെ കാത്തിരിക്കാം. അതേസമയം മറ്റു വാർത്തകളും വിശദാംശങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളിലെ കൗതുക കാഴ്ചകളും ഒക്കെയായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വീണ്ടും ചേരും. അതിനു മുമ്പ് ഒരു